പ്രദേശവാസികളെ വലച്ച് തിരുവനന്തപുരം പാപ്പനംകോട് എസ്റ്റേറ്റ് വാർഡിലെ കനാർ നിർമ്മാണ പദ്ധതി 2 കോടിയോളം രൂപ ചെലവിട്ട് മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്ത പദ്ധതിയാണ് പാതി വഴിയിലായത്. അശാസ്ത്രീയമായ കനാൽ നിർമ്മാണത്തോടെ വഴി നടക്കാൻ പോലും കഴിയാതെ ബുദ്ധിമുട്ടുകയാണ് പ്രദേശവാസികൾ. ഇറിഗേഷൻ വകുപ്പിന്റെ പിന്തുണയോടെ കെങ്കേമമായി മന്ത്രി ഉദ്ഘാടനം ചെയ്ത പദ്ധതി. എന്നാൽ ഈ പദ്ധതി കാരണം പാപ്പനംകോട് പ്രദേശവാസികൾ ഇപ്പോൾ ദുരിതത്തിലും. 9 മാസം കൊണ്ട് പണി തീർക്കുമെന്നായിരുന്നു അധികൃതർ ആദ്യം പറഞ്ഞിരുന്നത്. 1 കൊല്ലമായിട്ടും പണി തീർക്കാനുള്ള ഉദ്ദേശം കരാറുകാർക്കില്ല. ഒരു വാഹനം ആ പരിസരത്തോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥയാണ്. ഒരിക്കൽ 2 പേര് ബൈക്കിൽ പോയി അവരവിടെ വീണിട്ടുണ്ട്. ഇനി വലിയൊരു ദുരന്തം ഉണ്ടാവാനുള്ള സാഹചര്യമാണ് ഈ മഴക്കാലത്ത് കാണുന്നത്. കനാൽ നിർമ്മാണത്തിന് വേണ്ടിയാണ് 2 ഭാഗത്തെയും മണ്ണ് ഇടിച്ചു മാറ്റിയത്. മാസങ്ങൾക്ക് ശേഷവും ഇടിച്ചു മാറ്റിയ റോഡ് നന്നാക്കാത്തതോടെ സമീപവാസികൾ ദുരിതത്തിലാണ്. ഇതിനിടയ്ക്ക് ഇവിടെ ഒരാൾ മരണപ്പെട്ടു. ഞങ്ങൾ കസേരയിൽ എടുത്തിരുത്തിയാണ് ആശുപത്രി ഡെഡ് ബോഡി കൊണ്ടുവരാൻ തന്നെ വളരെ പ്രയാസപ്പെട്ടു. ഇത് ഇറിഗേഷൻ്റെയും കോൺട്രാക്ടറുടെയും ഒരൊറ്റ അനാസ്ഥ കൊണ്ടാണ് ഇതിനകത്ത് കിടക്കുന്നത്. കനാലിന്റെ ഇരുഭാഗത്തെയും മണ്ണ് ഇടിഞ്ഞു വീഴാറായി. കനാലിനോട് ചേർന്ന വീടുകളെല്ലാം അപകട ഭീഷണിയിൽ. എൻ്റെ കുഞ്ഞിനോ എനിക്കോ വല്ല വീണ് കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ പോകാൻ പോലും പറ്റില്ല. ഇപ്പം തന്നെ ഇങ്ങോട്ട് വന്നത് മതിലെ പിടിച്ചടിച്ച് ഞാൻ ഇങ്ങോട്ട് വന്നു തന്നെ. ഏകദേശം 80ഓളം കുടുംബങ്ങൾ ഈ കനാലിന് സമീപത്തുമായി താമസിക്കുന്നുണ്ട്. ഇവർക്ക് പെട്ടെന്നൊരു അസുഖം വന്നാലോ ഒരാവശ്യം വന്നാലോ ഈ റോഡ് കടന്ന് എങ്ങനെ പുറത്തെത്തുമെന്ന ആശങ്കയിലാണ്. വീഡിയോ ജേർണലിസ്റ്റ് വിനയരാജിനൊപ്പം റിപ്പോർട്ടർ അർച്ചന രവീന്ദ്രൻ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.